നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ദ ചേഞ്ചിങ് വേൾഡ് ആൻഡ് ഇന്ത്യൻ പെർസ്പെക്റ്റീവ്. നമുക്കറിയാം, ലോകം ഇന്ന് അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാൻ പോലും മാനവരാശിക്ക് കഴിയാത്ത നിലയിൽ വലിയ തോതിലുള്ള മാറ്റം അല്ലെങ്കിൽ വലിയ തോതിലുള്ള പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യയെ പോലെയുള്ളൊരു മഹത്തായ രാജ്യം ആ മാറ്റങ്ങളെ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച് ശരിയായ അർത്ഥത്തിൽ നമുക്ക് വിലയിരുത്തുമ്പോൾ 3-4 കാര്യങ്ങളെപ്പറ്റി നമുക്ക് ആലോചിക്കേണ്ടി വരും. ഒന്ന്, ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ ടെക്നോളജിയിൽ ഉണ്ടാകുന്ന മാറ്റം. 2, പരിസ്ഥിതിയിലുണ്ടാകുന്ന മാറ്റം. 3-ാമത്തേത് രാഷ്ട്രീയമായി ഉണ്ടാകുന്ന മാറ്റം. ഇതെല്ലാം വളരെ ഗൗരവത്തോടെ നമുക്ക് ആലോചിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ്. ഇവിടെ ബഹുമാനായ ശ്രീ പ്രകാശ് കാരാട്ട് ലോക സാഹചര്യങ്ങളും അതോടൊപ്പം തന്നെ അതിൽ ഇന്ത്യയുടെ നിലപാടുകളും ഇന്ത്യ എടുക്കേണ്ട നിലപാടുകളും എല്ലാം വളരെ വിശദമായി തന്നെ ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. നമ്മളിതൊരു ടെക്നോളജിക്കൽ റെവല്യൂഷൻ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. പണ്ടുണ്ടായിരുന്നതിനേക്കാളൊക്കെ വിപുലമായ സാങ്കേതികമായ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പോൾ ടെക്നോളജിക്കൽ റെവല്യൂഷന്റെ മുന്നിൽ ഇന്ത്യക്ക് പകച്ചു നിൽക്കാൻ സാധ്യമല്ല. ഇന്ത്യ ആ വിപ്ലവത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്, ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ട്. പണ്ട് നമ്മുടെ നാട്ടിൽ ഫോണിന് വേണ്ടി അപേക്ഷിച്ച് കാത്തിരിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ വലുതായിരുന്നു. എന്നാൽ ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. എല്ലാവരുടെയും കയ്യിൽ ഇന്ന് ഫോണുണ്ട്. ഒരു കാലത്ത് ടെലിഫോൺ ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്ന കാലമുണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. STD ബൂത്തുകളിൽ പോകുന്നൊരു കാലമുണ്ടായിരുന്നു. ഇന്നും അതിൻ്റെ ആവശ്യമില്ല. അപ്പം നമ്മളുടെ ഇന്ന് ടെക്നോളജിക്കലായി ഉണ്ടായിരിക്കുന്ന ഈ മാറ്റം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ചിട്ടുണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങളെ മാറ്റിമറിച്ചിട്ടുണ്ട്, ലോകത്തെ തന്നെ മാറ്റിമറിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ലോകത്ത് നമ്മൾ 2-ാം ലോകമഹായുദ്ധത്തിന് ശേഷവും എന്ന് വിശദീകരിക്കുന്ന പോലെ തന്നെ കോവിഡിന് ശേഷമുള്ള സാഹചര്യങ്ങൾ നമ്മൾ പരിശോധിക്കണം. ലോകത്ത് ഗ്ലോബലൈസേഷന്റെ ഒരു കാലഘട്ടം അനിവാര്യമായ ഒന്നായിരുന്നു. ആ ഗ്ലോബലൈസേഷന്റെയും ലിബറലൈസേഷന്റെയും കാലഘട്ടത്തിന് ശേഷം ലോകത്തുണ്ടായ മാറ്റത്തെ നമുക്ക് ചെറുതായി കാണാൻ കഴിയില്ല. ഗ്ലോബലൈസേഷൻ ലിബറലൈസേഷൻ വന്നതോടുകൂടി ലോകത്തെ വൻകിട രാജ്യങ്ങൾക്കുണ്ടായ മാറ്റം, ആ മാറ്റം നമുക്ക് ചെറുതായി കാണാൻ കഴിയില്ല. ഇന്ന് ലോകം പണക്കാരുടെ ലോകവും പാവപ്പെട്ടവരുടെ ലോകവുമായി മാറുന്നു. ഞാനതാണ് ഏറ്റവും പ്രധാനമായി ഇന്ന് ലോകത്ത് കാണുന്ന കാര്യം. ടെക്നോളജിയുടെ ഈ റെവല്യൂഷൻ ഉണ്ടായ സാഹചര്യത്തിൽ ലോകം മാറുന്നതോടൊപ്പം ലോകത്തെ ജനങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് കൂടി മനസ്സിലാക്കാനും വിലയിരുത്താനുമുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്. ശതകോടീശ്വരന്മാരുടെ എണ്ണം ലോകത്ത് വർദ്ധിച്ചു വരുന്നു. അതേസമയം പാവപ്പെട്ട ആളുകളുടെ എണ്ണവും വർദ്ധിച്ചു വരുന്നു. പണക്കാരും പാവപ്പെട്ടവരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു വരികയാണ്. വലിയ രാജ്യങ്ങൾ, അതിസമ്പന്ന രാജ്യങ്ങളും തങ്ങളുടെ ജനതയ്ക്ക് ആഹാരം പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത പാവപ്പെട്ട രാജ്യങ്ങളും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് ലോകത്തെ തന്നെ ഞടുക്കുന്ന അല്ലെങ്കിൽ തുറിച്ചു നോക്കുന്ന യാഥാർത്ഥ്യമാണ്. അപ്പം പ്രത്യേകിച്ച് കോവിഡിന് ശേഷം, കോവിഡ് തന്നെ ലോകത്ത് നടന്ന ഏറ്റവും വലിയൊരു പാൻഡമിക് എന്ന നിലയിൽ ലോകത്തെ തന്നെ കീഴ്മേൽ മറിച്ചൊരു സംഭവമായിരുന്നു. അതിനുശേഷവും കൂടുതൽ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും പട്ടിണിയും ലോകത്തും വർദ്ധിച്ചു വരുന്നു.
അൺഎംപ്ലോയ്മെന്റ്. അതിന്റെ ഫലമാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പോലെ ധാരാളം വികസന പദ്ധതികൾ രാജ്യത്ത് കൊണ്ടുവരാൻ അന്നത്തെ ഭരണകൂടം ശ്രമിച്ചത്. പക്ഷെ ലോകത്ത് ഇന്ന് കാണുന്നത് ഗ്ലോബലൈസേഷന്റെ ശേഷം തൊഴിലില്ലായ്മ വർദ്ധിച്ചു വരുന്നു, പട്ടിണിയും ദാരിദ്ര്യവും വർദ്ധിക്കുന്നു, ജനങ്ങൾക്ക് അല്ലെങ്കിൽ രാജ്യങ്ങൾക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത നിലയിലുള്ള ഡെത്ത് ട്രാപ്പിലേക്ക് വരുന്നു. ഇതെല്ലാം നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഇപ്പൊ ലോകത്ത് നടക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് എല്ലാ രാജ്യങ്ങൾക്കും ആ മാറ്റങ്ങളെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ജനങ്ങൾക്ക് സൗകര്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ വൻകിട രാജ്യം, വികസിത രാജ്യങ്ങളും വികസ്വര രാജ്യങ്ങളും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു വരുന്നു, ജനങ്ങൾ തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു വരുന്നു. അത് ലോകത്ത് ഒരിക്കലും സമാധാനം ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയ അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ യുദ്ധങ്ങളെ പറ്റി പറഞ്ഞു. ഇന്നിവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2 യുദ്ധങ്ങളാണ് നടക്കുന്നത്. ഒന്ന് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം, മറ്റൊന്ന് പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം. അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ചെറിയതായ സിറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നടക്കുന്ന കുറെ കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ. യുദ്ധങ്ങൾ ഒന്നിനും പരിഹാരമല്ല. യുദ്ധം ഒന്നിനും ഒരു മനുഷ്യനെയും അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തെ നടപടിക്ക് നയിക്കുന്നില്ല. ഈ യുദ്ധത്തിന്റെ പിന്നിൽ നമുക്കറിയാം, ഉക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ പിന്നിൽ ലോകരാജ്യങ്ങൾ അണിനിരക്കുകയുണ്ടായി. തീർച്ചയായിട്ടും പ്രകാശ് കാരാട്ട് പറഞ്ഞത് ശരിയാണ്. ഇന്ത്യ ആരുടെയും പക്ഷം പിടിച്ചില്ല. ഇന്ത്യ ആരുടെയും പക്ഷം പിടിക്കുക, അമേരിക്കയോടൊപ്പം ചേരണമെന്ന് ആഗ്രഹിച്ച എല്ലാ രാജ്യങ്ങളെയും അവർ അണിനിരത്തി. അവരാണ് ഉക്രൈൻ എല്ലാവിധ മിലിറ്ററി ഹെൽപ്പും കൊടുത്തുകൊണ്ട് ആ യുദ്ധത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. റഷ്യയുമായിട്ടുള്ള വർഷങ്ങളുടെ വാണിജ്യ വ്യാപാര ബന്ധമുള്ള ഇന്ത്യ എന്ന നിലയിൽ നമ്മൾ അവരുടെ പക്ഷവും പിടിച്ചില്ല, ഉക്രൈന്റെ പക്ഷവും പിടിച്ചില്ല. നമ്മൾ സമാധാനത്തിന് വേണ്ടിയാണ് നിലകൊണ്ടത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതൽ ലോകത്ത് ചേരിചേരാ പ്രസ്ഥാനം കെട്ടിപ്പടുത്ത് ഒരു ശാക്തിക ചേരികളിലും പെടാതെ ഇന്ത്യക്ക് സ്വന്തമായ നിലപാടും വ്യക്തിത്വവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയൊരു ചരിത്രമുണ്ട്. അതേ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇപ്പോഴും മുന്നോട്ട് പോയത്. അതാണ് കറക്റ്റിലെ. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിൽ നമ്മൾ എടുക്കേണ്ടത് അതായിരുന്നു. പക്ഷേ നമ്മൾ പരസ്യമായി ഇസ്രായേലിനോടൊപ്പം നിലപാടെടുത്തത് ഒരിക്കലും ഇന്ത്യയിലെ ജനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല, ഇപ്പോഴുമല്ല. വൈകിയാണെങ്കിൽ പോലും അതിൽ നിന്ന് അത്തരമൊരു നിലപാടിലേക്ക് ഇന്ത്യ ഗവൺമെന്റിന് വരേണ്ടി വന്നു, അല്ലെങ്കിൽ വരേണ്ടി വരും എന്നതാണ് സത്യം. അപ്പൊ ലോകത്ത് നടക്കുന്ന ഈ അന്തരങ്ങൾ, വിവിധ ജനസമൂഹങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഈ അസംതൃപ്തി തീർച്ചയായും സമാധാനത്തിന് ഭീഷണിയായി ഉയർന്നു വരും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പം ഈ സാഹചര്യത്തിൽ ഇന്ത്യ എടുക്കേണ്ട നിലപാട് ഏതെങ്കിലും ശാക്തിക ചേരികളോടൊപ്പം നിൽക്കുക എന്നുള്ളതല്ല. ഇന്നിവിടെ നടക്കുന്ന യുദ്ധം എന്താണ്? ട്രേഡ് വാറാണ്. അമേരിക്കയും ചൈനയും തമ്മിൽ ട്രേഡ് വാർ നടക്കുന്നു. ടാരിഫുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഓരോ രാജ്യവും വെല്ലുവിളികൾ ഉയർത്തുന്നു. ചൈനീസ് ഗുഡ്സ് അമേരിക്കയിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ഇമ്പോർട്ട് ഡ്യൂട്ടി വർദ്ധിപ്പിച്ച് ചൈനീസ് ഗുഡ്സുകളെ തടയാൻ ശ്രമിക്കുന്നു. തിരിച്ച് ചൈനയും അമേരിക്കൻ ഗുഡ്സുകൾ ചൈനയിലേക്ക് എത്താതിരിക്കാൻ ടാരിഫുകൾ വർദ്ധിപ്പിക്കുന്നു. ഈ ടാരിഫുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ട്രേഡ് വാറാണ് ഇന്ന് ലോകത്ത് നടക്കുന്നത്. പണ്ട് രാജ്യങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടിയായിരുന്നു യുദ്ധങ്ങളെങ്കിൽ ഇന്ന് മാർക്കറ്റുകൾ പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് യുദ്ധങ്ങൾ. ഏറ്റവും വലിയ മാർക്കറ്റ് ഏതാണ്? ഇപ്പൊ ഇന്ത്യ ഈസ് ആൾസോ എ ബിഗ് മാർക്കറ്റ്. ലോകത്തെ തന്നെ ഒരു 5th എക്കോണമിയായി വളർന്നു വരാൻ സാധ്യതയുള്ള, ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു രാജ്യമായി ഇന്ത്യ ഒരു നല്ല മാർക്കറ്റാണ്. ചൈനയ്ക്കും ഇന്ത്യക്ക് മറ്റ് അമേരിക്കയ്ക്കും ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഒരു നല്ല മാർക്കറ്റാണ്. അതുപോലെ ലോക മാർക്കറ്റുകളെ തങ്ങളുടെ വരുതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള മത്സരമാണ്, യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വി കനോട്ട് ബി എ പാർട്ട് ഓഫ് ദാറ്റ്. വി കനോട്ട് ടേക്ക് സൈഡ്സ് ഓൺ ദാറ്റ്. നമുക്കതിനകത്ത് സൈഡ് എടുക്കേണ്ട ആവശ്യമില്ല. ആരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടി അവരോടൊപ്പം നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യവും ജനങ്ങളുടെ താല്പര്യവും അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ഇന്ത്യൻ ലോക സാഹചര്യത്തിൽ ഇന്ത്യക്ക് സ്വീകരിക്കാൻ കഴിയുന്ന മാതൃക.
നമുക്കറിയാം ഈ ട്രേഡ് വാർ ഇന്ന് മാറി മാറി വലിയ തോതിലുള്ള എക്കണോമിക് ബ്ലോക്കേജുകളിലേക്കും പ്രതിസന്ധികളിലേക്കുമൊക്കെ നമ്മുടെ രാജ്യത്തെ നയിക്കുകയാണ്. ഇന്ന് അത്ഭുതകരമായ ഒരു കാര്യം, ഒരു കാലത്ത് ആളുകൾ തഴഞ്ഞുവിട്ട അല്ലെങ്കിൽ സ്വീകരിക്കാതെ തള്ളിക്കളഞ്ഞ ക്യാപിറ്റലിസത്തിലേക്ക് ലോകം മാറുന്നു എന്നൊരു സംശയം ബലപ്പെട്ടു വരുന്ന ഒരു കാലഘട്ടമാണ് ആഫ്റ്റർ ഗ്ലോബലൈസേഷൻ. അപ്പൊ ആ നിലയിൽ വരുമ്പോൾ അതിൽ നിന്ന് അതിൻ്റെ ഓരോ രാജ്യങ്ങളും നേരിടുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സ്വതന്ത്രമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യൻ ജനതയ്ക്ക് ഏതാണ് ആവശ്യം? നമ്മളിവിടെ ചൈനയുമായി നമുക്ക് പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ അതിർത്തി തർക്കങ്ങളുണ്ട്, നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലെ പല സംസ്ഥാനങ്ങളും ഇപ്പോഴും ചൈനക്കാർ അവരുടേതാണെന്ന് വിശ്വസിച്ച് അവരുടെ ഭൂപടത്തിൽ ചേർക്കുന്നുണ്ട്. അത് വളരെ വർഷങ്ങളായിട്ടുള്ള നമ്മൾ അവരുമായിട്ടുള്ള തർക്കമാണ്. ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞ പോലെ വി കനോട്ട് ചേഞ്ച് അവർ നെയ്ബേഴ്സ്, വി ക്യാൻ ചേഞ്ച് അവർ ഫ്രണ്ട്സ്. നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളെ മാറ്റാം, പക്ഷെ നമുക്ക് നമ്മുടെ അയൽക്കാരെ മാറ്റാൻ കഴിയില്ല. അയൽക്കാർ എന്നും അയൽക്കാർ തന്നെ ആയിരിക്കും. അതുകൊണ്ട് അയൽക്കാരുമായിട്ടുള്ള ശാശ്വതമായ സമാധാന ബന്ധം പുലർത്തേണ്ടത് ഇന്ത്യയെ പോലെ അല്ലെങ്കിൽ ഏതൊരു രാജ്യത്തിനും അനിവാര്യമായൊരു ഘടകമാണ്. പക്ഷെ നമ്മളും ചൈനയുമായിട്ടുള്ള തർക്കം അവിടെ നിൽക്കുകയാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ അമേരിക്കൻ പക്ഷപാതിത്വ നിലപാടുകൾ സ്വീകരിക്കുക എന്നുള്ളതല്ല. ഇപ്പൊ തന്നെ ഉക്രൈൻ വാറിന്റെ കാര്യത്തിൽ പോലും അമേരിക്കയ്ക്ക് നമ്മളോട് അതിർത്തിയുണ്ട്, കാരണം നമ്മൾ അവരുടെ പക്ഷം ചേർന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതേ നിലപാട് ഇസ്രായേൽ പാലസ്തീൻ കാര്യത്തിൽ നമ്മൾ എടുക്കേണ്ടതായിരുന്നു എന്നുള്ള പ്രകാശ് കാരാട്ടിന്റെ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. അപ്പൊ ലോകത്ത് നടക്കുന്ന ഇത്തരം സംഭവങ്ങളിൽ ഇന്ത്യയുടേതായ നിലപാടുണ്ടാകണം. അഞ്ചാമത്തെ ഏറ്റവും വലിയ ശക്തിയായി ലോകശക്തിയായി ഉയർന്നു വരാൻ കഴിവുള്ള ഭാരതത്തെ ഇന്ന് ജനങ്ങൾ ലോകം മുഴുവൻ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു രാജ്യമാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രബലമായ ഒരു ശക്തിയായി വളർന്നു വരാൻ കഴിയുന്ന ഭാരതത്തിലെ ജനങ്ങളും അതനുസരിച്ചുകൊണ്ടുള്ള സമീപനങ്ങൾ വേണം സ്വീകരിക്കാൻ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്കണോമിക് ഡിസ്പാരിറ്റി, അത് നമ്മുടെ ഫോറിൻ പോളിസിയെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. ഈ ഡിസ്പാരിറ്റി എങ്ങനെ മാറ്റാൻ കഴിയും? ഇന്നും ഇന്ത്യയിലെ ജനങ്ങളിൽ നല്ലൊരു വിഭാഗം ജനങ്ങൾ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിയുന്നു. തൊഴിലില്ലാത്തവരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരികയാണ്. ഒരു കണക്കിയാളുടെ വായിച്ചു, ഇന്ത്യയിലെ സ്ഥാനം ആ കാര്യത്തിൽ വളരെ മുൻപിലാണ്. തൊഴിലില്ലായ്മ വർദ്ധിച്ചു വരുന്ന ഒരു രാജ്യം, ആ രാജ്യത്ത് പട്ടിണി വർദ്ധിച്ചു വരുന്ന ഒരു രാജ്യം, ആ രാജ്യത്തെ ജനങ്ങളെ എങ്ങനെ രക്ഷിക്കാൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ചിന്ത ഇവിടെ ഉണ്ടാകണ്ടേ? ആ ചിന്ത ഉണ്ടാകാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ? ഇപ്പൊ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മറ്റു കാര്യങ്ങളും വരുന്നതോടുകൂടി തൊഴിലിന്റെ രൂപം തന്നെ മാറുകയാണ്. ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന തൊഴിലൊന്നും കുറെ കാലം കഴിഞ്ഞാൽ ഉണ്ടാകില്ല. കുറെ കഴിഞ്ഞാൽ ആ തൊഴിലുകൾ ഇല്ലാതാകുന്നു. തൊഴിലിനെ സംബന്ധിച്ചുള്ള മാറ്റം, നമ്മുടെ കൺസെപ്റ്റ് തന്നെ മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇന്ന് അതിവിപുലമായ സാധ്യതകൾ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ചെറുപ്പക്കാർ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും പോയി പഠിക്കുകയും അവിടെ ജീവിക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം രൂപപ്പെട്ടത് വരുന്നത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടേതായ പ്രവർത്തനങ്ങളിലും ഒക്കെ വലിയ മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. അപ്പൊ ലോകത്തുണ്ടാകുന്ന ഈ മാറ്റങ്ങൾക്കനുസരിച്ച് ഇന്ത്യ കൂടി അതിന് എക്യുപ്പായി മാറാൻ തയ്യാറെടുക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ സാമ്പത്തിക ദാരിദ്ര്യവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ മാറുന്ന ലോകത്തെ ഈ സാഹചര്യങ്ങൾ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി പറയും. 0 കാർബൺ നമ്മുടെ വലിയ ലക്ഷ്യമാണ്. അസർബൈജാനിൽ കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ വലിയ തോതിലുള്ള ചർച്ചകൾ ഈ സ്ഥലത്തുമായി ബന്ധപ്പെട്ട് നടക്കുകയുണ്ടായി. പക്ഷെ അതിന് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് വികസിത രാജ്യങ്ങളാണ്. ആ വികസിത രാജ്യങ്ങൾക്കാണ് കൂടുതൽ ഉത്തരവാദിത്വം. കാരണം നമ്മൾ അന്തരീക്ഷത്തെ കൂടുതൽ കാർബൺ എമിഷൻ നടത്തി പൊല്യൂട്ട് ചെയ്യുന്നതിൽ വികസിത രാജ്യങ്ങൾക്ക് വലിയ പങ്കുണ്ട്. സോ ഇറ്റ് ഈസ് ദെയർ റെസ്പോൺസിബിലിറ്റി ടു കോൺട്രിബ്യൂട്ട് മോർ ഓൺ ദിസ്. ഈ വെല്ലുവിളികളെ നേരിടാൻ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടത് വികസിത രാജ്യങ്ങളാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ലോക സാഹചര്യത്തിൽ ലോകം നേരിടുന്ന വെല്ലുവിളികളിൽ
ഇന്ത്യക്ക് വ്യക്തമായ നിലപാടുകൾ ഉണ്ടാകണം, നമ്മുടെ രാജ്യത്തിന് വ്യക്തമായ നിലപാടുകൾ ഉണ്ടാകണം. ഇന്ന് ജനങ്ങൾ ലോകം നേരിടുന്ന പ്രശ്നങ്ങളിൽ ആ വ്യക്തമായ കാഴ്ചപ്പാടോട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഇന്ത്യക്ക് ലോകത്തിൻ്റെ ഒരു മാതൃകയായി മാറാൻ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടോടെ മുഴുവൻ ജനങ്ങൾക്ക് സ്വീകാര്യമായ നിലപാടുകൾ വിദേശകാര്യ രംഗത്തും സാമ്പത്തിക രംഗത്തും തൊഴിൽ രംഗത്തും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് ആധുനിക കാലഘട്ടത്തിൽ ലോകം നേരിടുന്ന വെല്ലുവിളികളെ സധൈര്യം നോക്കിക്കാണാനും അതിന് പ്രതിവിധികൾ കണ്ടെത്താനും നമുക്ക് മുന്നോട്ട് വരാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയൊരു സെമിനാർ സംഘടിപ്പിച്ച ഇതിൻ്റെ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറെയും ബന്ധപ്പെട്ട എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.